പാണഞ്ചേരി ആശാരിക്കാട് മാമ്പഴപ്പടി പരിസരത്ത് മിനിമാക്സ് ലൈറ്റ് സ്ഥാപിച്ചു. ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ KV അനിത സ്വാഗതവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മിനിമാക്സ് ലൈറ്റ് സ്ഥാപിച്ചത്. 18-ാം വാർഡിൽ 4ാമത്തെ മിനിമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത്. സഹകരണ സ്ഥാപനങ്ങളും കോർപ്പറേഷൻ പരിധിയിലും ഇതിനോടകം തന്നെ 9 വർഷക്കാലത്തിനിടയിൽ നിരവധി മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ ബഹുമാനപ്പെട്ട MLA യുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചം നമുക്ക് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അഭിമാനത്തോടു കൂടെ പറയട്ടെ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിനകത്ത് 4ാമത്തെ മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ളൊരു ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളുടെയും പേരിലുള്ളൊരു സ്നേഹം നിറഞ്ഞ നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ള പ്രസിഡന്റും ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള നിരവധി ആളുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അവരെയും എല്ലാവരും ഈ നിമിഷത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കേരള സർക്കാർ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട രാജേട്ടനെ സ്നേഹപൂർവ്വം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാരെയും മാഷ് പറഞ്ഞു, ഒറ്റയടിക്ക് നിങ്ങളെ കണ്ടെന്ന് സംസാരിച്ച് പോകലാണ്. പക്ഷെ ഇതൊരു കാര്യം പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് അത് മാത്രം പറയാം. ഇന്ന് നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമായിരുന്നു. നമ്മുടെ മണ്ഡലത്തിനകത്ത് ഓരോ വാർഡിലും ഇനി ഏതെങ്കിലും ആൾക്ക് പട്ടയം കിട്ടാനുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള റവന്യൂ അസംബ്ലി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കി അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കിടയിൽ 2 തരത്തിലുള്ള പട്ടയങ്ങളുണ്ട്. ഒന്ന് പൊതുവായി വരുന്ന പട്ടയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. തരിശ്, റോഡ് പുറമ്പോക്ക്, റവന്യൂ ഭൂമി എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള പട്ടയങ്ങൾ. അത് പൂർണ്ണമായിട്ടും അതിൻ്റെ രജിസ്റ്റർ തയ്യാറാക്കി ഈ കാലത്ത് തന്നെ അത് കൊടുത്തു തീർക്കുക. രണ്ടാമത്തത് വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയമാണ്. വനഭൂമി പട്ടയങ്ങളിൽ ഒരു വലിയ നമ്പർ പട്ടയം ഈ ചെറിയ കാലയളവിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ധാരാളമായ പട്ടയങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണുന്ന നേരത്തെ JVR നടന്ന് എന്നാൽ കേന്ദ്ര ഗവൺമെന്റാണ് പട്ടയം അനുവദിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് സ്ഥലം അനുവദിക്കാതെ തള്ളിപ്പോയ പട്ടയങ്ങൾ രണ്ടാമത് ഒന്നുകൂടി അയക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അത് വളരെ ശ്രമകരമായിട്ടുള്ള പരിശ്രമം നടത്തി അതിൻ്റെ സർവേ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിലൊക്കെ വന്ന് അളന്ന് കാണും. അളവ് പൂർത്തീകരിച്ച് ആ പട്ടയങ്ങൾ മാർച്ച് 31-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ JVR നടക്കാത്ത സ്ഥലങ്ങളിൽ JVR നടത്താനും പുതിയ അപേക്ഷ കൊടുക്കാനും അവസരം ഉണ്ടാക്കണമെന്ന 30 കൊല്ലത്തെ നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് അതിനൊരു അവസരം കഴിഞ്ഞ മാർച്ചിലും പിന്നീട് ജൂലൈയിലുമായി കൊടുത്തു. അങ്ങനെ നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ള 5538 അപേക്ഷകളിലും മെയ് മാസത്തിൽ മുതൽ പുതിയ JVR തുടങ്ങാനുള്ള തീരുമാനവും നമ്മൾ ഇന്ന് ചേർന്ന യോഗം എടുത്തിരുന്നു. സ്റ്റേ പട്ടയങ്ങൾ കൊടുക്കാനുള്ള 87 കണക്കും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടയ രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിലേക്ക് നമ്മൾ കുതിക്കാൻ പോവുകയാണ്. 6 മാസത്തിനും 8 മാസത്തിനും ഇടയിൽ ഏതാണ്ട് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത വലിയൊരു ശതമാനം ആളുകൾക്ക് കേന്ദ്ര പട്ടയം മേടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ള വെളിച്ചം അനിതയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എല്ലാ ആവശ്യപ്രകാരം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു നല്ല വെളിച്ചമുള്ള സ്ഥലമായി മാറുന്നതിന് വേണ്ടി 3 വർഷക്കാലത്തെ പൂർണ്ണമായിട്ടുള്ള വാറന്റിയോടുകൂടി സിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനമാണ് കിട്ടുന്നത്. ഏതാണ്ട് 4 ലക്ഷം രൂപയോളം ഇതിന് ചെലവ് വേണ്ടി വരും. ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നത് പഞ്ചായത്താണ്. പഞ്ചായത്ത് സന്തോഷപൂർവ്വം സംബന്ധിച്ചിട്ടുണ്ട്. എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസരം.